ഹായ് മിനു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കുന്നത് 4 മണി പലഹാരമാണ്. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉണ്ടല്ലോ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് ഓയിലാണ്. അല്പം ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവേ. അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മളുണ്ടല്ലോ ഇതിലേക്കൊരു ഫില്ലിങ് തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് എടുത്തിട്ടുള്ളത് ചിക്കനാണ്. ഈ ചിക്കനിലുണ്ടല്ലോ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണേ. അതിനായിട്ട് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല ജീരകം ചേർത്ത് കൊടുത്തു. അതിനുശേഷം ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ചിക്കനാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ചിക്കൻ വരുന്നത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാതെ എന്നിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വച്ചെടുക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാവേ. അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്നത് സവാള കട്ട് ചെയ്തത്, അതുപോലെ ക്യാപ്സിക്കം കട്ട് ചെയ്തത്, അതുപോലെ ക്യാരറ്റ് കട്ട് ചെയ്താണ് ചേർക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചതിന് ശേഷം അതിലേക്ക് ഇനി വേവിച്ചെടുക്കാവേ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ അതൊന്നാണ്ട് ഒരു 5 ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയിട്ടെടുക്കണേ. നല്ല തിന്നായിട്ട് പരത്തിയിട്ടെടുക്കണം. അതിനായിട്ട് നമ്മളിതൊന്ന് പരത്തിയെടുത്ത് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു പത്തിരിയും കൂടെ അതുപോലെ പരത്തിയെടുത്ത് നന്നായി തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഇത് ഒന്ന് വേവിച്ചെടുക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ലെയർ ഉണ്ടല്ലോ അതൊന്ന് ഇതുപോലെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ നല്ല തിന്ന് ചപ്പാത്തിയായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണേ ചപ്പാത്തി. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഈ ഫില്ലിങ്ങിലുണ്ടല്ലോ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന കുറച്ച് മയണൈസാണ്. അത് മയണൈസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതൊന്ന് ഒരു പേസ്റ്റാക്കി എടുക്കാനാണിത്. ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്തൊരു പേസ്റ്റാക്കിയിട്ട് എടുക്കാവേ. അതിനുശേഷം നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടല്ലോ മുറിച്ചെടുത്ത ചപ്പാത്തി ഒരു കോണിൻ്റെ രൂപത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ ഇനി നമ്മുടെ ഫില്ലിങ് നിറയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് നമുക്കതിലേക്ക് നിറച്ച് കൊടുക്കാവേ. അപ്പോൾ എല്ലാ കോണിൻ്റെ ഇതിൽ നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ ഈ ഫില്ലിങ്ങിൻ്റെ ഈ മുകളിൽ നമ്മൾ ഒരു കോട്ടിങ് കൊടുക്കും. അതിനാണ് നമ്മളിത് മൈദ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ ഫില്ലിങ്ങിൻ്റെ മുകളിൽ അതുപോലെ കോട്ടിങ് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിതുണ്ടല്ലോ ഈ സേമിയത്തിലും കൂടെ ഒന്ന് തട്ടിയിട്ടെടുക്കുക. അപ്പോൾ ആ സേമിയ നന്നായിട്ട് ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ടുണ്ട്, ഒരു കോട്ടിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ നമ്മുടെ ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്നാക്സിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണേ. അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്ത് നമ്മുടെ സ്നാക്സ് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലെല്ലാ ഭാഗങ്ങളും ഒരുപോലെ മുരിഞ്ഞെടുക്കാനായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും